Module number 1.11.01. Topic name ICT and Internet. ഹലോ സുഹൃത്തുക്കളെ, ICT ആൻഡ് ഇൻ്റർനെറ്റിൻ്റെ മോഡ്യൂളിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. രണ്ടാം ഭാഗത്തിൽ നാം പഠിച്ചതിൻ്റെ ഒരു സംക്ഷിപ്ത റീക്യാപ്പ് എടുത്ത് നോക്കാം. 1. പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് തയ്യാറാക്കുക. 2. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ വിശദീകരിക്കുക. മൂന്നാം ഭാഗത്തിൽ നാം താഴെ പറയുന്നതിനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. 1. ഡിസ്റ്റൻസ് ലേണിംഗിൻ്റെ പരിചയം. 2. ഓൺലൈൻ ക്ലാസ്സസ്. 3. വീഡിയോ കോൺഫറൻസിങ്. ഇപ്പോൾ നമുക്ക് പട്ടികയിലെ ആദ്യത്തെ വിഷയത്തെപ്പറ്റി നോക്കാം. സുഹൃത്തുക്കളെ, ഡിസ്റ്റൻസ് ലേണിങ്ങിനെ കുറിച്ച് നമുക്കിപ്പോൾ അറിയാം. ഡിസ്റ്റൻസ് ലേണിംഗ് എന്താണ്? ഡിസ്റ്റൻസ് ലേണിംഗ് എന്നത് ഒരു പഠന രീതിയാണ്. ഇതൊരു ക്ലാസ്സിൽ അധ്യാപകരെ നേരിട്ട് കാണാതെ ദൂരസ്ഥലത്ത് നിന്ന് പഠിക്കുന്നതാണ്. ഡിസ്റ്റൻസ് ലേണിംഗ് വിദ്യാഭ്യാസവും നിർദ്ദേശങ്ങളും പ്രദാനം ചെയ്യുവാനുള്ള ഒരു മോഡാണ്. സാധാരണയായി ഒരു ക്ലാസ് മുറിയിൽ ഉണ്ടാകുന്നവർക്കല്ലാതെ വിദ്യാർത്ഥികൾക്ക് വ്യക്തിപരമായ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണിത്. ഡിസ്റ്റൻസ് ലേണിങ്ങിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ഇത് വിവര സ്രോതസ്സ് പഠിതാക്കളിൽ നിന്ന് സമയം, ദൂരം അല്ലെങ്കിൽ രണ്ടും വേർതിരിക്കുമ്പോൾ പഠനത്തിലേക്കുള്ളതായ പ്രവേശനം നൽകുന്നതാണ്. വെബ് അല്ലെങ്കിൽ മറ്റ് നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യകളിലൂടെ വലുതും സജീവമായുള്ള പങ്കാളിത്തം ലക്ഷ്യമിട്ടുള്ള ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ ദൂര വിദ്യാഭ്യാസത്തിലെ പുതിയ വികസനങ്ങളാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലേണിംഗ്, ഇ ലേണിംഗ്, ഓൺലൈൻ ലേണിംഗ് എന്നിവയും ഏതാണ്ട് ഡിസ്റ്റൻസ് ലേണിങ്ങിനെ തന്നെ അർത്ഥമാക്കുന്നവയാണ്. എങ്കിലും ഡിസ്റ്റൻസ് എന്നത് പഴയതും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതായ പദമാണ്. കൂടാതെ ഏറ്റവും വലിയ ഗവേഷണങ്ങളുടെ സമാനമായ ലേഖനങ്ങളുടെ ശേഖരമാണിത്. ഡിസ്റ്റൻസ് ലേണിങ്ങിൻ്റെ ചില പ്രയോജനങ്ങൾ. ഡിസ്റ്റൻസ് ലേണിംഗ് പൊതുജനങ്ങൾക്കും ബിസിനസ്സുകൾക്കും വിദ്യാഭ്യാസം, പരിശീലനം എന്നിവയ്ക്ക് പ്രവേശനം നൽകുന്നു. കാരണം ഇത് പഠിതാക്കളിൽ കൂടുതൽ സമയ നിയന്ത്രണങ്ങൾ ചെലുത്തുന്നില്ല. ഫ്ലെക്സിബിളായിട്ടുള്ള ഷെഡ്യൂളിംഗ് ഉണ്ട്. കൂടുതൽ വിദഗ്ധർക്ക് കൂടുതൽ പ്രവേശനം കൊടുക്കുന്നു. വ്യത്യസ്ത ഭൗമശാസ്ത്ര, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, അനുഭവ പരിണാമ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഒന്നിച്ചു വരികയും ചെയ്യുന്നു. സ്കൂൾ പഠനകാലത്തേക്കാൾ കൂടുതലായി പഠനം സുഗമമാക്കുന്നു. അതിനാൽ ധാരാളം പഠിതാക്കൾ ഒന്നിച്ചുകൂടുന്നു. ഇത് സ്ഥാപനങ്ങൾക്ക് സാമ്പത്തികമായ പ്രയോജനങ്ങൾ ഉണ്ടാക്കുന്നു. മുതിർന്ന പഠിതാക്കൾക്ക് വലിയ പ്രയോജനമാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ സ്ഥാപന നവോത്ഥാനത്തിന് പ്രേരകമായി പ്രവർത്തിക്കുന്നതാണ്. കൂടാതെ ഫേസ് ടു ഫേസ് ലേണിംഗ് പ്രോഗ്രാമുകളും ഫലപ്രദമാണ്. ഇന്ത്യയിൽ മിക്ക സർവകലാശാലകളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സസ്, ഇൻ്റർനെറ്റ്, മറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യകൾ വഴി പ്രവർത്തിക്കുന്ന വിർച്വൽ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ക്യാമ്പസിൽ അധിഷ്ഠിതമായവയും ഹോം ലേണിംഗ് പരിസ്ഥിതിയും പകരം വയ്ക്കുകയും ചെയ്യുന്നു. ഓൺലൈൻ ക്ലാസ്സസ് ഡിസ്റ്റൻസ് ലേണിംഗിൻ്റെ ഭാഗമായും സാധാരണമായ നിർദ്ദേശക മോഡായും പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സസ് അധ്യാപനം ഇൻസ്ട്രക്ടറും പഠിതാവും തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെയും PPTS, ഇൻ്റർനെറ്റ് സെർച്ചിങ് എഞ്ചിനുകൾ, മറ്റ് മൾട്ടിമീഡിയ വസ്തുതകൾ എന്നിവയുടെ സഹായത്തോടെയും നടത്തുവാൻ കഴിയുന്നതാണ്. വീഡിയോ കോൺഫറൻസിംഗ് എന്താണ്? വീഡിയോ കോൺഫറൻസിംഗ്
തത്സമയ ആശയവിനിമയത്തിനായി നിർദ്ദിഷ്ട ഓഡിയോയോ വീഡിയോയോ നെറ്റ്വർക്ക് സാങ്കേതികവിദ്യയുടെ പ്രയോജനത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് സാധാരണമായി കോൺഫറൻസ് റൂമിൽ കൂടി വരുന്ന ആളുകളുടെ കൂട്ടം മറ്റൊരു ഗ്രൂപ്പുമായി ആശയവിനിമയം നടത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതോടെ ICT ആൻഡ് ഇൻ്റർനെറ്റിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നാം പഠിച്ചതിൻ്റെ ഒരു സംക്ഷിപ്ത റീക്യാപ്പ് എടുത്ത് നമുക്ക് നോക്കാം. 1. ഡിസ്റ്റൻസ് ലേണിങ്ങിൻ്റെ പരിചയം. 2. ഓൺലൈൻ ക്ലാസ്സസ്. 3. വീഡിയോ കോൺഫറൻസിംഗ്.